ഹലോ, യമ്മി അടുക്കളയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കുന്നത് ഒരു ടേസ്റ്റി ആയിട്ടുള്ള ചെമ്മീൻ കറിയാണ്. ചെമ്മീൻ വറുത്തരച്ച കറി. ഇതിനെ നമ്മൾ ചെമ്മീൻ തീയലെന്നും വറുത്തരച്ച ചെമ്മീൻ കറിയെന്നും ഒക്കെ പറയാറുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. കറിക്ക് ആവശ്യമായി ഞാനിവിടെ 300 ഗ്രാം ചെമ്മീൻ ക്ലീൻ ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി വറുത്തരയ്ക്കാൻ ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണിത്. ഒരു മുറി തേങ്ങ ചിരവി എടുത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 7-8 കുഞ്ഞുള്ളി, ഒരു തണ്ട് കറിവേപ്പില, ഒരു 2 നുള്ള് ഉലുവ, ഇത്രയും എടുത്തു വെച്ചിട്ടുണ്ട്. ഉലുവ കൂടി പോകരുത്. ഇനി നമ്മൾക്ക് വഴറ്റാൻ ആവശ്യമുള്ള സാധനങ്ങൾ നോക്കാം. ഞാനിവിടെ ഒരു സവോള ചെറുതായി നീളത്തിൽ അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ 2 തണ്ട് കറിവേപ്പില, ഒരു വലിയ കഷ്ണം ഇഞ്ചി, 3-4 പച്ചമുളക് നീളത്തിൽ അരിഞ്ഞത്, കുറച്ച് വെളുത്തുള്ളി, ഇത്രയും എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി പുളിക്ക് ആവശ്യമായി ഒരു നെല്ലിക്ക വലുപ്പത്തിൽ വാളംപുളി പിഴിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾക്ക് തേങ്ങ വറുത്തെടുക്കാം. അതിനായി ഞാനിവിടെ ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. നമ്മൾ വറുത്തരച്ച കറികൾക്കെല്ലാം തേങ്ങ വറുക്കുമ്പോൾ കുറച്ചധികം ഓയിൽ ചേർത്താൽ വെള്ളം ചേർക്കാതെ നന്നായി അരഞ്ഞു കിട്ടും. ഇപ്പോൾ ഓയിൽ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾക്ക് എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങയും കുഞ്ഞുള്ളിയും ഉലുവയും കറിവേപ്പിലയും ചേർത്ത് നന്നായി വറുത്തെടുക്കണം. ഇപ്പോൾ തേങ്ങ നന്നായി വറുത്ത് വന്നിട്ടുണ്ട്. നമ്മൾ വറുത്തരച്ച കറികൾക്കെല്ലാം തേങ്ങ നല്ല ബ്രൗൺ കളർ ആവുന്ന രീതിയിൽ വറുത്തെടുക്കണം. എന്നാൽ മാത്രമേ കറിക്ക് നല്ല ബ്രൗൺ കളർ കിട്ടുള്ളൂ. ഇത് മതിയാവും. ഇനി നമ്മൾക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അതിനുശേഷം നമ്മൾക്ക് ഇതിലേക്ക് മസാലപ്പൊടികൾ ആഡ് ചെയ്യാം. 2 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, ഇത്രയുമേ ഞാൻ ചെമ്മീൻ കറിക്ക് ചേർക്കുന്നുള്ളൂ. ഇനി ഇത് ആ തേങ്ങയുടെ ചൂടിൽ കിടന്ന് നന്നായി ഒന്ന് വഴറ്റി പച്ചമണം മാറ്റിയെടുക്കുക. ഇപ്പോൾ മസാലപ്പൊടികളുടെ പച്ചമണം എല്ലാം മാറിയിട്ടുണ്ട്. ഇത് മതിയാവും. ഇനി നമ്മൾക്കിത് ചെറുതായി ഒന്ന് ചൂടാറാനായി അടുപ്പിൽ നിന്ന് മാറ്റി വയ്ക്കാം. ഒരുപാട് തണുത്ത് പോകരുത്. ഒരു ഇളം ചൂടിൽ തന്നെ നമ്മൾക്കിത് അരച്ചെടുക്കണം. തേങ്ങ വറുത്ത കൂട്ട് കുറച്ച് തണുത്തതിന് ശേഷം ഞാൻ ഇവിടെ ഒരു മിക്സി ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇത് നമ്മൾക്ക് വെള്ളം ചേർക്കാതെ തന്നെ നന്നായി ഒന്ന് അരച്ചു കൊണ്ടുവരാം. ഇളം ചൂടിൽ അരയ്ക്കുമ്പോൾ നമ്മൾക്ക് വെള്ളം ചേർക്കാതെ തന്നെ ഇത് നന്നായി അരഞ്ഞു കിട്ടും. ഞാനിവിടെ തേങ്ങ അരച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇത് നമ്മൾക്ക് മാറ്റി വയ്ക്കാം. ഇനി നമ്മൾക്ക് ചെമ്മീൻ കറി ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനായി ഞാൻ ഇവിടെ ഒരു കടായി എടുത്ത് അത് ചൂടായി വന്നപ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. നമ്മൾ നാടൻ കറികൾക്കൊക്കെ വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നതാണ് നല്ലത്. വെളിച്ചെണ്ണ നന്നായി ചൂടായി വരുമ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂൺ കടുകും 1/4 ടീസ്പൂൺ ഉലുവയും ചേർത്ത് കൊടുക്കാം. കടുക് ഉലുവയെല്ലാം നന്നായി പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന ഒരു സവോള ചേർക്കാം. സവോളയ്ക്ക് പകരം നിങ്ങൾക്ക് കുഞ്ഞുള്ളി വേണമെങ്കിലും ചേർക്കാവുന്നതാണ്. അതേപോലെ തന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കറിവേപ്പിലയും ചേർത്ത് നന്നായി വഴറ്റിയെടുക്കണം. ഇപ്പോൾ സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും എല്ലാം നന്നായി വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. നന്നായി വഴറ്റി പച്ചമണം മാറ്റിയെടുത്തതിന് ശേഷം നമ്മൾ ഇതിലേക്ക് നേരത്തെ അരച്ചു വെച്ചിരിക്കുന്ന തേങ്ങാക്കൂട്ട് ചേർത്ത് കൊടുക്കാം.
കൂടെ തന്നെ ഞാൻ തേങ്ങ അരച്ച മിക്സി ജാർ കഴുകിയ വെള്ളം കൂടി ഒഴിക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി നന്നായി ഇളക്കി യോജിപ്പിച്ച് നല്ലൊരു ഗ്രേവി ആക്കി എടുക്കാം. ഇനി ഇതൊന്ന് നന്നായി തിളച്ചു വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ കറി നന്നായി തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന വാളൻപുളി പിഴിഞ്ഞതൊഴിച്ചു കൊടുക്കാം. ഇനി നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. നിങ്ങൾക്ക് വാളൻപുളിക്ക് പകരം ഈ സമയത്ത് 2-3 ചുള കുടംപുളി വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. പുളി ചേർത്തതിന് ശേഷം കറി നന്നായി തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചെമ്മീൻ ചേർത്ത് കൊടുക്കാം. നന്നായി ഇളക്കി യോജിപ്പിച്ചെടുക്കാം. നമ്മൾ ഇതുവരെ കറിയിലേക്ക് ഉപ്പ് ചേർത്തിട്ടില്ല. ഇനി ഈ സമയത്ത് നമ്മൾക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മൾക്ക് പാത്രം അടച്ചു വെച്ച് ഒരു 10 മിനിറ്റ് നേരം നന്നായി ഒന്ന് വേവിച്ചെടുക്കാം. ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ നമ്മൾക്ക് മൂടി തുറന്ന് നോക്കി ഒന്നുകൂടി ഒന്ന് നന്നായി ഇളക്കി കൊടുക്കാം. നല്ലവണ്ണം ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഒന്നുകൂടി മൂടി അടച്ചു വെച്ച് ചെമ്മീനൊക്കെ നന്നായി ഒന്ന് വെന്ത് ഗ്രേവി എല്ലാം നന്നായി കുറുകി വരുന്നത് വരെ നമ്മൾക്കൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ എണ്ണയെല്ലാം നന്നായി തെളിഞ്ഞ് നല്ല കുറുകിയ ഗ്രേവിയോട് കൂടിയിട്ടുള്ള ചെമ്മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് മതിയാവും. നമ്മൾക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചെമ്മീൻ വറുത്തരച്ച കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.